ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. പത്മകുമാറിന്റെ വീട്ടിൽ നിന്നും നിർണായക രേഖകൾ SIT പിടിച്ചു. പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നതിന് തെളിവുകൾ, ഭൂമി ഇടപാടുകളുടെ രേഖകളും കിട്ടിയതായി സൂചന. കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കാനും നീക്കം. ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് വഴിയുള്ള തീർത്ഥാടകരുടെ എണ്ണം കൂട്ടും. പത്മകുമാറിന്റെ അറസ്റ്റിൽ പ്രതിരോധത്തിലായി CPM. പാർട്ടിയെ ബാധിക്കില്ലെന്ന വാദവുമായി A. വിജയരാഘവൻ. സർക്കാരിന്റെ അറിവില്ലാതെ സ്വർണ്ണക്കൊള്ള നടക്കില്ലെന്ന് BJP. കേന്ദ്ര ഏജൻസികൾ ഇടപെടുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. പത്രികാ സൂക്ഷ്മ പരിശോധനയിൽ എറണാകുളത്ത് UDFന് തിരിച്ചടി. ജില്ലാ പഞ്ചായത്ത് കടമക്കുടി ഡിവിഷനിലെ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി. കൽപ്പറ്റ നഗരസഭയിൽ UDF ചെയർമാൻ സ്ഥാനാർത്ഥിയുടെ പത്രികയും തള്ളി. നിലമ്പൂർ വഴിക്കടവിലും വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലും LDFനും തിരിച്ചടി. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാം. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പരാതി പ്രളയം. ആക്ഷേപം ഉന്നയിച്ച് രാഷ്ട്രീയ പാർട്ടികൾ. വോട്ടർമാരെ മുഴുവനും കണ്ടെത്താൻ BLOമാർ കഴിഞ്ഞിട്ടില്ലെന്ന് CPM. ആയിരങ്ങൾ പുറത്താകുമെന്ന് കോൺഗ്രസ്. ഫോം നൽകുന്ന എല്ലാവരെയും കരട് പട്ടികയിൽ കൊണ്ടുവരുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. പൂജാ ബമ്പറിൽ 12 കോടി പാലക്കാട്ട്. വിറ്റത് കിങ് സ്റ്റാർ എന്ന ലോട്ടറി ഏജൻസി. ഭാഗ്യവാൻ ഇപ്പോഴും കാണാമറയത്ത്. സംസ്ഥാനത്ത് ശക്തമായി മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ യെല്ലോ അലർട്ട്. നെയ്യാറ്റിൻകര ഉച്ചക്കടയിൽ മതിലിടിഞ്ഞ് വയോധിക മരിച്ചു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിർണായക രേഖകൾ പിടിച്ചെടുത്തതായി വിവരം. ഇന്നലെ ഉച്ചയോടെ ആരംഭിച്ച പരിശോധന 12 മണിക്കൂറാണ് നീണ്ടത്. പത്മകുമാറിന്റെ മൊഴികൾ വിശദമായി പരിശോധിച്ച ശേഷം കൂടുതൽ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കും. ഇതിനിടെ ബോർഡ് യോഗങ്ങളിലെ നടപടികളിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് പ്രസിഡന്റ് K. ജയകുമാർ. പ്രസിഡന്റിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഒരു വിഷയവും യോഗത്തിന്റെ പരിഗണനയ്ക്ക് വിടേണ്ടതില്ലെന്നാണ് ഉത്തരവ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെ വസതിയിൽ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ സുപ്രധാനമായ ചില രേഖകൾ കണ്ടെടുത്തതായുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹതയുണ്ടാക്കുന്നതാണ് എന്നതാണ് SITയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ഇവർ തമ്മിൽ ചില ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് പരിശോധന തുടരുന്നത്. മാത്രവുമല്ല, ഈ ശബരിമലയിൽ നിന്ന് 3 ഘട്ടങ്ങളിലായി മാറ്റിയ സ്വർണം അത് ഉരുക്കി എടുത്ത് മറിച്ച് വിറ്റതിലൂടെ ലഭിച്ച സാമ്പത്തിക ലാഭത്തിൽ നിന്നാണോ ഈ ഇടപാടുകൾ നടത്തിയിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് SIT വിശദമായി പരിശോധിക്കുന്നത്. അതോടൊപ്പമാണ് പത്മകുമാർ നൽകിയിരിക്കുന്ന മൊഴിയിലെ നിജസ്ഥിതി പരിശോധിക്കുന്നതിന് വേണ്ടി പരിശോധന വ്യാപിപ്പിക്കുന്ന സാഹചര്യം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതിന്റെ ഭാഗമായി വൈകാതെ തന്നെ A. പത്മകുമാറിനെയും N. വാസുവിനെയും അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിനുള്ള നീക്കങ്ങളിലേക്ക് കൂടി SIT കടക്കുമെന്ന സൂചനകളുണ്ട്. അങ്ങനെയെങ്കിൽ 3 പേർക്കും വേണ്ടിയും ഒരുപക്ഷെ ഒരുമിച്ച് കസ്റ്റഡി അപേക്ഷ നൽകിയേക്കാം. അടുത്തയാഴ്ചയിലാണ് കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ആ റിപ്പോർട്ടിൽ പത്മകുമാർ നൽകിയ മൊഴിയും ആ മൊഴിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ തെളിവുകളുമടക്കം മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതിനിടയിലാണ് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ K. ജയകുമാർ നിലവിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിരോധത്തിലാക്കുന്ന ആരോപണങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ ബോർഡിന്റെ യോഗങ്ങൾക്കടക്കം കർശനമായ നിബന്ധനകൾ വെച്ചുകൊണ്ടുള്ള ഒരു ഔദ്യോഗികമായ ഉത്തരവ് നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായി എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം ദേവസ്വം ബോർഡ് യോഗങ്ങളിൽ പരിഗണിക്കേണ്ട അജണ്ടയിലെ വിഷയങ്ങൾ എന്താണ് എന്ന കാര്യം നേരത്തെ തന്നെ പ്രസിഡന്റിനെ അറിയിച്ചിരിക്കണം. അദ്ദേഹത്തിന്റെ അനുമതിയോടെ മാത്രമേ അത്തരം കാര്യങ്ങളിൽ ചർച്ച നടക്കാൻ പാടുള്ളൂ. അങ്ങനെ അനുമതി ലഭിക്കാത്ത വിഷയങ്ങൾ ബോർഡിന്റെ യോഗങ്ങളിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന കൃത്യമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം മിനിറ്റ്സ് രേഖകളിൽ പ്രധാനപ്പെട്ട ചർച്ചകൾക്ക് ശേഷം ഈ അജണ്ടയിൽ ഉൾപ്പെടുത്തിയ ചർച്ചകൾക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ട മിനിറ്റ്സ് രേഖകളിൽ ബോർഡ് അംഗങ്ങളുടെ അടക്കം ഉറപ്പുവരുത്തിയിരിക്കണം. അതിനുശേഷം അടുത്ത യോഗം ചേരുമ്പോൾ ആ കാര്യങ്ങൾ പരസ്യമായി തന്നെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പുതുതായി നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡിന് തന്നെ ആരോപണങ്ങൾ നിറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു ശുദ്ധീകരണത്തിന്റെ ഭാഗമായി കടുത്ത നിലപാടിലേക്ക് പുതിയ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ കടന്നിരിക്കുന്നതെന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേന്ദ്ര ഏജൻസികൾ ഇടപെടുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ജയകുമാറിനെ പ്രസിഡന്റാക്കി വെച്ചത് അടവ് നയമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. സംഭവിച്ചതിൽ ഒരത്ഭുതവുമില്ല. കാരണം ഇവരെല്ലാം നിരീശ്വരവാദികളാണ്. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെല്ലാം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ നിരീശ്വരവാദികളുമാണ്. അവരുടെ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിക്കുന്നു. അവർ ഉത്തമ ബോധ്യത്തിലാണ് ചെയ്യുന്നത്. കാരണം ശബരിമലയെ തകർക്കാൻ വേണ്ടി നേരത്തെ തന്നെ ശ്രമം നടത്തിയതാണ്. അത് ജനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസികൾ അതിനെ തടയുകയാണുണ്ടായത്. പക്ഷേ അതിനുശേഷം ഒരടവ് നയത്തിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു. ഇപ്പോഴ് വളരെ വ്യക്തമായിരിക്കുകയാണ്. കാരണം അറസ്റ്റ് ചെയ്യുന്നവരൊക്കെ വളരെ സംതൃപ്തിയോടുകൂടി ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തു, ആശയപരമായിട്ടുള്ള ഡ്യൂട്ടി അവർ ചെയ്തു എന്നവർ വിശ്വസിക്കുന്നു. കാരണം ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും തകർക്കുക, ഇല്ലാതാക്കുക, എങ്കിൽ മാത്രമേ കമ്മ്യൂണിസത്തിന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരത്ഭുതവുമില്ല. ഇടയ്ക്കിടയ്ക്ക് അടവ് നയം, ഇപ്പോൾ ജയകുമാറിനെ വെച്ചത് ഒരു അടവ് നയമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അയ്യപ്പ വിശ്വാസി ആയതുകൊണ്ടാണ് അദ്ദേഹം കഷ്ടിച്ചപ്പോൾ രക്ഷപ്പെട്ടത്. അവിടുത്തെ ഒരു നടപടികളും സ്വീകരിക്കാതെ മുന്നൊരുക്കവും നടത്താതെയാണ് അദ്ദേഹത്തിനെ വെച്ചത്. അപ്പോൾ അതൊരു അടവ് നയമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു അയ്യപ്പ വിശ്വാസി ആയതുകൊണ്ടായിരിക്കാം കുഴപ്പമൊന്നും സംഭവിക്കാതെ പോയത്. പിണറായി സർക്കാരിന്റെ അറിവില്ലാതെ ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാഷ്ട്രീയ ഗൂഢാലോചനയാണ് നടന്നത്. 30 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കണം. കേന്ദ്ര സർക്കാർ ശബരിമലയെ സംരക്ഷിക്കാൻ തയ്യാറാണെന്നും രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. വിശ്വാസികളുടെ എതിരെ ഈ ദ്രോഹവും ഈ 4.5 കിലോ സ്വർണ്ണക്കൊള്ളയും ഇതെല്ലാം ചെയ്തത് ഒരു ഒന്നുമല്ല. ഇതിന്റെ പിന്നിൽ ഒരു നല്ലൊരു പൊളിറ്റിക്കൽ, ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. അത് ചെയ്തത് ആരാണെന്ന് അന്വേഷിക്കണമെന്ന് ആദ്യം മുതൽ ഞങ്ങൾ പറയാമെന്ന്. ഇതൊരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അന്വേഷിക്കണം. 30 കൊല്ലത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടും വിജിലൻസ് റിപ്പോർട്ടും പുറത്ത് ആക്കണം. ഇവിടുത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്ന് ഞങ്ങൾ ആദ്യ ദിവസം മുതൽ പറയുന്ന കാര്യമാണ്. ഇവരത് തള്ളി ഒളിച്ചു വെക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഇനി നടക്കില്ല എന്ന് ഞങ്ങൾ അന്ന് കൃത്യമായി പറഞ്ഞു. ഇന്ന് അതാണ് എല്ലാവരും കാണുന്നത്. അതേസമയം പത്മകുമാറിന്റെ അറസ്റ്റ് CPM-നെ പ്രതിരോധത്തിലാക്കുന്നില്ലെന്ന് CPM PB അംഗം വിജയരാഘവൻ പറഞ്ഞു. ദേവസ്വത്തിന്റെ ദൈനംദിന കാര്യങ്ങളിൽ പാർട്ടി ഇടപെടാറില്ല. ശബരിമലയിൽ ശക്തമായ അന്വേഷണം വേണമെന്നും വിജയരാഘവൻ പറഞ്ഞു. അതിൽ CPM പ്രതിരോധത്തിലാവേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോ ഈ ഇന്നലെ തന്നെ പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി അതിലെ പാർട്ടി നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. ദേവസ്വം എന്ന് പറയുമ്പോൾ അത് ഒരുപാട് സംവിധാനങ്ങളിൽ ഒന്നാണ്. ഇപ്പോൾ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ സാധാരണ ഇത്തരം കാര്യങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാറില്ല. കാരണം ഇടപെടാൻ പാടില്ല. അതൊക്കെ അതിൻ്റെ രൂപത്തിൽ പോകുന്ന കാര്യമാണ്. ശബരിമലയിലുണ്ടായ വിഷയങ്ങളിൽ സമഗ്രമായ അന്വേഷണം നടത്തണം. അവിടെ ഏറ്റവും ശക്തമായ നിലപാടാണ് LDF ഗവൺമെൻറ് സ്വീകരിച്ചത്. പിന്നെ ഏതന്വേഷണവും നടത്തുക, വേഗത്തിൽ നടത്തുക എന്നുള്ള ഒരു സമീപനം സ്വീകരിച്ചു. മറ്റു വാർത്തയിലേക്ക്. തീർത്ഥാടകരുടെ തിരക്കനുസരിച്ച് സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം നിശ്ചയിക്കാൻ ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനം. ഇതിനായി പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. ശുചീകരണ തൊഴിലാളികൾ അടക്കം ദിവസവേതനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും യോഗത്തിൽ തീരുമാനം. ദേവസ്വം മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ പമ്പയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്പോട്ട് ബുക്കിംഗുമായി ബന്ധപ്പെട്ടാണ്. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ, സ്പെഷ്യൽ ഓഫീസർ, ചീഫ് പോലീസ് കോർഡിനേറ്റർ ഈ 3 പേരും ഓരോ ദിവസത്തെയും സാധ്യതകൾ അവലോകനം ചെയ്യും. അതിനുശേഷമായിരിക്കും എത്ര ആളുകളെ സ്പോട്ട് ബുക്കിങ്ങിലൂടെ മുകളിലേക്ക് കടത്തിവിടണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. 5000 പേരായി നിജപ്പെടുത്തണമെന്നത്. 20,000 പേരായിരുന്നു ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. അത് 5000 ആക്കി കുറച്ചിരുന്നു. എന്നാൽ പിന്നീട് ഹൈക്കോടതി തന്നെ അതിൽ ഇളവ് വരുത്തി. സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ദേവസ്വം ബോർഡിന് തീരുമാനമെടുക്കാമെന്ന ഒരു സുപ്രധാന വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കഴിഞ്ഞ ദിവസം സ്പോട്ട് ബുക്കിംഗ് ഏതാണ്ട് 9,000-അടുത്തായിരുന്നു. അത് ഈ വിധി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ആളുകളെ മുകളിലേക്ക് കയറ്റിവിട്ടത്. കാരണം വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന ആളുകൾ പൂർണ്ണമായി എത്താറില്ല.
ആ ഒഴിവിലേക്ക് കൂടുതൽ ആളുകളെ സ്പോട്ട് ബുക്കിംഗ് വഴി കടത്തിവിടുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു വെല്ലുവിളി നിൽക്കുന്നത് കൂടുതൽ ആളുകൾ മറ്റ് ദിവസങ്ങളിൽ ബുക്ക് ചെയ്തിട്ട് നേരത്തെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ആ പ്രതിസന്ധി എങ്ങനെ മറികടക്കാം, അതേക്കുറിച്ചും ആലോചിച്ചു. നിലവിലെ സാഹചര്യത്തിൽ 1 ലക്ഷം പേരെ കടത്തിവിടുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് യോഗം നടത്തിയത്. 90,000 വെർച്വൽ ക്യൂവും 20,000 സ്പോട്ട് ബുക്കിങ്ങും അധികമായി ഒരു 10,000. ഇത് നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ കാര്യമാണ്. ഇങ്ങനെ നോക്കിയാൽ ഈ 1 ലക്ഷത്തിനകത്തുള്ള തീർത്ഥാടകർ മാത്രമേ എത്തൂ എന്ന് യോഗം വിലയിരുത്തി. മറ്റൊരു തീരുമാനം കൈക്കൊണ്ടത് ദേവസ്വം മരാമത്തിൻ്റെ പ്രവൃത്തികൾ വളരെ വേഗം പൂർത്തിയാക്കുക എന്നതാണ്. മറ്റൊരു തീരുമാനം ദിവസവേതനക്കാരെ കൂടുതലായി നിയമിക്കുക എന്നതാണ്. 400-ലധികം ദിവസവേതനക്കാരെ കൂടി ഈ സീസണിൽ അധികമായി നിയമിക്കാൻ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമെടുത്തു. ഈ തീരുമാനങ്ങൾ പ്രാബല്യത്തിൽ വന്ന ശേഷം അതിൻ്റെ പുരോഗതി എങ്ങനെയെന്നത് അടുത്ത യോഗത്തിൽ തീരുമാനിക്കും. മന്ത്രി ശബരിമലയിലേക്ക് എത്തിയില്ല എന്ന പരാതി നേരത്തെ ഉണ്ടായിരുന്നു. സീസൺ തുടങ്ങിയിട്ടും ദേവസ്വം മന്ത്രി വന്നില്ല. അതിനു മുമ്പുള്ള അവലോകന യോഗങ്ങളിൽ പങ്കെടുത്തില്ല. തുടർന്ന് 18-ന് ശബരിമലയിൽ വലിയ ഭക്തജന തിരക്കുണ്ടായപ്പോഴും വിമർശനങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സന്നിധാനത്ത് മന്ത്രി എത്തിയത്. മന്ത്രി ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വിശദീകരണമാണ് നേരത്തെ ദേവസ്വം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. സി വിനോദിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 സന്നിധാനം. പൂജാ ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിൽ 12 കോടി രൂപയുടെ ഒന്നാം സമ്മാനം JD 545542 എന്ന നമ്പർ ടിക്കറ്റിന്. പാലക്കാട് ജില്ലയിലെ ഏജന്റ് S സുരേഷാണ് ഒന്നാം സമ്മാനാർഹമായ ടിക്കറ്റ് വിറ്റത്. ഇതേ നമ്പർ വരുന്ന മറ്റ് 4 പരമ്പരകൾക്ക് 1 ലക്ഷം രൂപ വീതം സമാശ്വാസ സമ്മാനം ലഭിക്കും. പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള കിങ് സ്റ്റാർ എന്ന ലോട്ടറി ഏജൻസിയാണ് ടിക്കറ്റ് വിറ്റത്. പാലക്കാടിന് വീണ്ടും ബമ്പർ ലോട്ടറിയുടെ ഭാഗ്യം വന്നിരിക്കുകയാണ്. പാലക്കാട് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ബമ്പർ ലോട്ടറി ഒന്നാം സമ്മാനം ലഭിക്കുന്നത്. ഭാഗ്യവാൻ ആരെന്ന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പാലക്കാട് സുരേഷ് എന്ന ഏജന്റ് വിറ്റ ഏജൻസി നമ്പർ P2267 എന്ന ഏജൻസി നമ്പറിലുള്ള സുരേഷ് വിറ്റ ടിക്കറ്റിനാണ് JD 545542 എന്ന ടിക്കറ്റിനാണ്, ഫാൻസി നമ്പർ പോലെ തോന്നിക്കുന്ന ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. പാലക്കാട് ഉള്ള ആരെങ്കിലും തന്നെയാകും ഭാഗ്യവാൻ എന്നാണ് ഇപ്പോൾ കരുതുന്നത്. പക്ഷേ ആർക്കാണ് ലോട്ടറി ടിക്കറ്റ് വിറ്റതെന്ന കാര്യത്തിൽ സുരേഷിനും വ്യക്തതയില്ല. ലോട്ടറി വാങ്ങിയ ആളെ കുറിച്ചുള്ള അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ്. ഏതായാലും പാലക്കാട് വീണ്ടും ഒന്നാം സമ്മാനം തന്നെ വന്നിരിക്കുന്നു. നേരത്തെയൊക്കെ സ്ഥിരമായി പാലക്കാട് ബമ്പർ ലോട്ടറി അടിക്കുന്ന ജില്ലയാണ്. മറ്റു ജില്ലകളിലുള്ളവർ പോലും പാലക്കാട് നിന്നുള്ള ടിക്കറ്റിന് വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട്. അത് ചോദിച്ച് കടകളിലെത്തുന്നതും പതിവാണ്. വലിയ വിൽപ്പനയാണ് ഇത്തവണയും ഉണ്ടായിരുന്നത്. ഏതായാലും ഒന്നാം സമ്മാനം പാലക്കാട് വിറ്റ ടിക്കറ്റിനാണ്. ടിക്കറ്റ് നമ്പർ JD 545542 ചില്ലറ വിൽപ്പനയിലെ ടിക്കറ്റ് പോയിരിക്കുന്നത്. ആർക്കാണെന്ന് അറിയില്ല. ഇവിടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ബാക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ അടുത്തുള്ളവരായിരിക്കാം, ബസ്സിൽ കയറി പോകുന്നവരായിരിക്കും, ആരായാലും വൈകിട്ടുള്ള അറിയുന്നതായിരിക്കും. വളരെയധികം സന്തോഷമുണ്ട്. ഒന്നാം സമ്മാനം കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസിയിൽ തന്നെ വന്നത്. പോയ മാസം ലാസ്റ്റ് 23-ാം തീയതി ടിക്കറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം വന്നെടുത്ത ആർക്കും കിട്ടിയില്ല. ഈ വർഷം തന്നെ മറ്റേ സമ്മർ ബമ്പറിൽ 10 കോടി ഉണ്ടായിരുന്നു. ഇന്ന് പൂജാ ബമ്പറിൽ 12 കോടി. പോയ ഓണം ബമ്പറിൽ സെക്കൻഡ് പ്രൈസ് 1 കോടി, തേർഡ് പ്രൈസ് 50 ലക്ഷം ഉണ്ടായിരുന്നു സമ്മാനം. പിന്നെ 4 1 കോടി വീട് കഴിഞ്ഞു. കാരുണ്യയിലുണ്ടായിരുന്നു, ശ്രീശക്തിയിലുണ്ടായിരുന്നു, കാരുണ്യ പ്ലസിലുണ്ടായിരുന്നു. എല്ലാ ടിക്കറ്റിലും സമ്മാനങ്ങൾ നിറയുണ്ടായിരുന്നു. രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം ഓരോ പരമ്പരയ്ക്കും ലഭിക്കും. മൂന്നാം സമ്മാനം 5 ലക്ഷം വീതം 10 പേർക്ക് ഓരോ പരമ്പരയിലും 2 വീതം സമ്മാനം 5 ലക്ഷവും നറുക്കിട്ട് എടുത്തിട്ടുണ്ട്. 4ാം സമ്മാനമായി 3 ലക്ഷവും 5 പരമ്പരകൾക്കും 5ാം സമ്മാനമായി 2 ലക്ഷം വീതവും ലഭിക്കുന്ന ടിക്കറ്റായിരുന്നു പൂജാ ബമ്പർ. 40 ലക്ഷത്തോളം ടിക്കറ്റുകളാണ് അച്ചടിച്ചത്. അതിൽ 80,000-ൽ പരം ടിക്കറ്റുകൾ ഇനിയും വിറ്റുപോകാനുണ്ടായിരുന്നു. ബാക്കിയുള്ള ടിക്കറ്റുകളെല്ലാം വിറ്റുപോയി. വലിയ പ്രതീക്ഷയോടുകൂടി ആളുകൾ എടുത്ത ഒരു ടിക്കറ്റാണ്. ഓണം ബമ്പറിൻ്റെ അത്ര കച്ചവടമില്ലായിരുന്നെങ്കിൽ പോലും ഈ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് വലിയ രീതിയിൽ വിൽപ്പന നടന്ന ഒരു ടിക്കറ്റ്. ഏതായാലും ഒന്നാം സമ്മാനം നേടിയ 12 കോടി നേടിയ ഭാഗ്യവാൻ ആര് എന്നതിനെ ചൊല്ലിയുള്ള അന്വേഷണമാണ് ലോട്ടറി ടിക്കറ്റ് സ്ഥിരമായി എടുക്കുന്ന ആളുകളിലും അതുപോലെ തന്നെ ലോട്ടറി ഏജന്റുമാർക്കും ഉള്ളത്. ഏതായാലും അധികം വൈകാതെ ഭാഗ്യവാൻ ആരെന്ന് അറിയാമെന്നാണ് പ്രതീക്ഷ. കൊച്ചി കോന്തുരുത്തിയിൽ സ്ത്രീയെ കൊന്ന് ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തി. എറണാകുളം സ്വദേശിനിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ കോന്തുരുത്തി സ്വദേശി ജോർജ് പിടിയിലായി. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് സംശയം. ഇന്ന് രാവിലെ 6:20 തേവര കോന്തുരുത്തിയിൽ മാലിന്യം ശേഖരിക്കാനെത്തിയ ഹരിതകർമ്മസേനാംഗം കണ്ട കാഴ്ച ഇതാണ്. വീട്ടുടമ ജോർജിന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ ചോരയിൽ കുളിച്ച് അർദ്ധനഗ്നയായി ചാക്കുകൊണ്ട് മൂടിയ നിലയിൽ ഒരു സ്ത്രീയുടെ മൃതശരീരം. തൊട്ടടുത്ത്
ജോർജ് അബോധാവസ്ഥയിൽ മതിലിൽ ചാരിയിരിക്കുന്നു. രാവിലെ ഒരു 6 മണിക്ക് മറ്റേ നമ്മുടെ മണിച്ചേച്ചി ഉണ്ട്, അതായത് ഹരിതകർമ്മസേനയിലെ വേസ്റ്റ് എടുക്കാവുന്ന ചേച്ചിയാണ്. ആ ചേച്ചി ഈ സംഭവം കണ്ടിട്ട് കൗൺസിലറെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ പെൻസി ചേച്ചി കൗൺസിലർ ഇവിടെ സ്പോട്ടിലൂടെ എത്തിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായി. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു, അത് കഴിഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ വന്ന് സിനീഷനെ വിളിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കോൺടാക്ട് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾ 3-4 പേരെ ഉണ്ടായുള്ളൂ, ഞാനും പെൻസി ചേച്ചി. പിന്നെ അപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് തന്നെ പോലീസുകാർ വന്നു. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഇങ്ങനെ ചാരിയിരിക്കുന്നു, ബോഡി അവിടെ ഹാഫ് നേക്കഡായിട്ട് ചാക്ക് കയറ്റിയ രീതിയിൽ ഇങ്ങനെ കിടക്കുന്നു. പുള്ളി അവിടെ മതിൽ ചാരിന്ന് ഉറങ്ങണമായിരുന്നു. 7 മണിക്ക് പോലീസിൽ വിവരമെത്തി. അതോടെ പോലീസ് സംഭവ സ്ഥലത്തെത്തുമ്പോൾ നാട്ടുകാർ കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ചത് ഓർത്തെടുക്കുകയാണ്. പോലീസുകാർ വന്നു, വേഗം പോലീസ് അപ്പം തന്നെ പുള്ളിനെ കസ്റ്റഡിയിലെടുത്തു, എഴുന്നേപ്പിച്ചു, നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ബാക്കി അത് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ നടക്കും. ഞങ്ങൾ ഇൻക്വസ്റ്റ് ചെയ്യാൻ കയറി കണ്ടു. ഏകദേശം 45-50 പ്രായമുള്ളൊരു സ്ത്രീയാണ്. തലയിലൊക്കെ നല്ല മുറിവുണ്ട്, ഇവിടെയൊക്കെ നെറ്റിയിലൊക്കെ നല്ല മുറിവുണ്ട്. പുള്ളി ബെഡ്റൂമിൽ വെച്ചിട്ട് ഇത് ചെയ്തിട്ട് വലിച്ചു കൊണ്ടുവന്ന പാടുകളുണ്ടെന്നാണ് പോലീസുകാർ ഞങ്ങളോട് പറഞ്ഞത്. വലിച്ച് ഇവിടം വരെ കൊണ്ടുവന്നപ്പോഴേക്കും പുള്ളി മധ്യലകരിൽ ടയർഡായി ഇരുന്ന് പോയി. അതുകൊണ്ട് പുള്ളിനെ പെട്ടെന്ന് പിടിക്കാൻ കഴിഞ്ഞു. അതെന്തായാലും ഒരു നല്ല കാര്യമായിട്ട്, കാരണം അല്ലെങ്കിൽ പുള്ളി ചിലപ്പോൾ പുറത്തോട്ട് എവിടെയെങ്കിലും കൊണ്ടിട്ടാലും അന്വേഷണം മിസ്ലീഡായി പോകാൻ. പോലീസുകാർ പിന്നെ പെട്ടെന്ന് എല്ലാവരും ഒരു സ്പോട്ടിലെത്തി വേഗം എല്ലാം ചെക്ക് ചെയ്തു, നല്ല രീതിയിൽ സഹകരിച്ചു. ഇന്നലെ രാത്രി ഭാര്യയും മകളും ഇടുക്കിയിൽ പോയ സമയത്താണ് ജോർജ് ഈ സ്ത്രീയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ലൈംഗിക തൊഴിലാളിയാണ്. വീട്ടിലെത്തിയ ശേഷം ഇവർ തമ്മിലുണ്ടായ സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ജോർജ് കയ്യിൽ കിട്ടിയ കമ്പിപ്പാരയെടുത്ത് സ്ത്രീയുടെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ കുറ്റം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് തെളിവടക്കം പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ജോർജ് കുറ്റം സമ്മതിച്ചു. കിട്ടിയ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായിട്ടുള്ള ഭാഗം ഇന്നലെ വൈകുന്നേരം 10 മണിയോടെ അനുബന്ധിച്ച് ജോർജ് സൗത്ത് ഗേൾസ് ഹൈസ്കൂളിന്റെ അടുത്ത് നിന്ന് ഒരു സ്ത്രീയെ കാണപ്പെടുകയും ആ സ്ത്രീയുമായിട്ട് ഒരുമിച്ച് ജോർജ് മദ്യപിച്ചതിന് ശേഷം സ്ത്രീയുമായിട്ട് ഒരുമിച്ച് ഭക്ഷണം മേടിച്ചതിന് ശേഷം സ്ത്രീയെ ജോർജിന് വീട്ടിലാരില്ലാത്തതുകൊണ്ട് അവർ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു. അവിടെ വീട്ടിൽ വെച്ച് അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടു. അതിനുശേഷം അവർ തമ്മിൽ സാമ്പത്തികമായിട്ട് കുറച്ച് തർക്കമുണ്ടായി. ആ തർക്കം കൂടുതൽ തർക്കത്തിലേക്ക് കലാശിക്കുകയും ജോർജ് ഈ സ്ത്രീയെ കൊല ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ അവിടെ ഉണ്ടായിരുന്ന കരുതി വെച്ചിരുന്ന ഒരു കമ്പിപ്പാരി എടുത്ത് തലക്കിട്ടടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. കോന്തുരുത്തി പള്ളിക്ക് സമീപമുള്ള ജോർജിന്റെ വീട്ടിലേക്കുള്ള വഴിയിലാണ് മൃതദേഹം കിടന്നത്. മൃതദേഹം മറവ് ചെയ്യാൻ രാത്രിയിൽ സുഹൃത്തുക്കളെ സഹായത്തിന് സമീപിക്കുകയും അതുപോലെ ചാക്ക് വേണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ തന്നെ സുഹൃത്തിന്റെ കടയിലെത്തുകയും ചെയ്തിരുന്നുവെന്നും നാട്ടുകാർ ബോധ്യപ്പെടുത്തുന്നു. വെളുപ്പിനെ പുള്ളി ഒരു 4:30 ആയപ്പോൾ ഇവിടെ കൂടി നടക്കണ്ടായിരുന്നു. അതായത് ഒരു ചാക്ക് വേണം, വീട്ടിൽ പട്ടി ചത്തിട്ടുണ്ട്, അതിനെ ഡിസ്പോസ് ചെയ്യാനായിട്ട് ചാക്ക് വേണമെന്ന് അന്വേഷിച്ച് നടക്കണമായിരുന്നു. അങ്ങനെ പുള്ളി കുറേ നേരം നടന്ന് അവിടെ ഇവിടെ കടന്ന അവസാനം ഇവിടെ വെളുപ്പിനെ അപ്പം വിൽക്കുന്ന ഒരു പുള്ളിയുണ്ട്, പുള്ളിയുടെ കട നേരത്തെ തുറക്കും. അവിടെ ചെന്ന് 2 ചാക്ക് വേണമെന്ന് പറഞ്ഞു. ഇത് തന്നെ ആയിരിക്കും പറഞ്ഞേക്കണത്. കള്ളത്തരം പറഞ്ഞു മറ്റേ പട്ടി ചത്തെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ആ കച്ചവടത്തിന്റെ തിരയിൽ പുള്ളി പരിചയക്കാരനായതുകൊണ്ട് ചാക്കെടുത്ത് പുള്ളി കൊടുത്ത് പുള്ളിയായിട്ട് ഈ സംഭവം അറിഞ്ഞ് പുള്ളി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി ഇവിടെ വന്നു പോലീസുകാരോട് സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെ എന്റെ കട ചാക്ക് കൊണ്ടുപോയി നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. 63-കാരനായ ഹോം നഴ്സായ ജോർജ് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളല്ലെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അബോധാവസ്ഥയിൽ മൃതദേഹത്തിന് അടുത്ത് ഇരുന്നു പോകേണ്ടി വന്ന സാഹചര്യമുണ്ടായതുകൊണ്ടാണ് പോലീസിന് അധികം ബുദ്ധിമുട്ടാതെ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. ക്യാമറാമാൻ ശ്യാംലാലിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. എറണാകുളത്ത് സിവിൽ പോലീസ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി പണം തട്ടി SI. പാലാരിവട്ടം സ്റ്റേഷനിലെ SI KK ബിജുവാണ് CPO സ്പായിൽ പോയ കാര്യം ഭാര്യയെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 4 ലക്ഷം തട്ടിയത്. CPO സ്പായിൽ വന്നുപോയതിന് പിന്നാലെ മാല നഷ്ടമായെന്ന ജീവനക്കാരിയുടെ പരാതിയാണ് ബിജു ആയുധമാക്കിയത്. ബിജുവിനെതിരെ പോലീസ് കേസെടുത്തു. സ്പായിലെ യുവതിയടക്കം 3 പേർ പ്രതികളാണ്. എറണാകുളം കോസ്റ്റൽ സ്റ്റേഷനിലെ പോലീസുകാരൻ പാലാരിവട്ടത്തെ ഒരു സ്പായിൽ പോയിരുന്നു. സ്പായിൽ നിന്നും മടങ്ങിയ ശേഷം അവിടെയുള്ള ജീവനക്കാരി തന്റെ മാല കാണാതെ പോയെന്നും അത് CPO മോഷ്ടിച്ചു എന്നാരോപിച്ച് ഫോൺ വിളിച്ചു. തുടർന്ന് ജീവനക്കാരി പരാതി നൽകുകയും ചെയ്തു. ഈ വിഷയത്തിൽ ഇടനിലക്കാരനായി പാലാരിവട്ടം സ്റ്റേഷനിലെ SI ബിജു ഇടപെടുകയായിരുന്നു. അവർ ചോദിക്കുന്ന പണം നൽകണമെന്നും വീട്ടിലറിഞ്ഞാൽ പ്രശ്നമുണ്ടാകുമെന്നും SI ബിജു CPOയോട് പറഞ്ഞു. തുടർന്ന് CPOയിൽ നിന്നും 4 ലക്ഷം
രൂപയാണ് യുവതിയും SIയും ചേർന്ന് തട്ടിയെടുത്തത്. SIയുടെ നടപടിയിൽ സംശയം തോന്നിയ CPO നടത്തിയ അന്വേഷണത്തിൽ മുൻപും ബിജു ഇത്തരത്തിൽ ഇടപെടൽ നടത്തിയെന്ന് മനസ്സിലായി. താൻ കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലായതോടെ CPO പാലാരിവട്ടം പോലീസിന് പരാതി നൽകുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വസ്തുതയുണ്ടെന്നും പോലീസ് കണ്ടെത്തി. പിന്നാലെ SIക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. കേസിൽ സ്പാ നടത്തുന്ന യുവതി അടക്കം 3 പേരാണ് പ്രതികളായിട്ടുള്ളത്. SI ബിജുവിനെതിരെ വകുപ്പുതല നടപടിയും ഉണ്ടാകും. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ പരാതിയുമായി LDFും UDFും 1,00,000 വോട്ടർമാരെ കണ്ടെത്താൻ BLOമാർക്ക് കഴിഞ്ഞില്ലെന്ന് CPM കുറ്റപ്പെടുത്തിയപ്പോൾ ആയിരങ്ങൾ പുറത്താകുമെന്ന ആശങ്ക കോൺഗ്രസ് പങ്കുവച്ചു. എല്ലാം സുതാര്യമായാണ് നടക്കുന്നതെന്നും BLOമാർക്ക് സംരക്ഷണം നൽകണമെന്നും BJP ആവശ്യപ്പെട്ടു. എന്നാൽ ഫോം പൂരിപ്പിച്ച് നൽകുന്ന എല്ലാവരെയും കരട് വോട്ടർ പട്ടികയിൽ കൊണ്ടുവരുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകൾക്കും അവസരം ഉണ്ടാകുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ പറഞ്ഞു. SIRയുടെ ഉദ്ദേശം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള കാര്യം എല്ലാ എലിജിബിൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അതായത് 27 തീയതി ഒക്ടോബർ 2025 നമുക്ക് ആ സമയത്ത് 2.78 കോടി വോട്ടേഴ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാവർക്കും നമ്മൾ എന്യൂമറേഷൻ ഫോം കൊടുക്കുന്നു. പൂരിപ്പിച്ച് നൽകുന്ന എല്ലാ ആൾക്കാരെ ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ നമ്മൾ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ നമ്മൾ 9th ഡിസംബർ പ്രസിദ്ധീകരിക്കുന്ന ഡ്രാഫ്റ്റ് ലിസ്റ്റിലെ ഈ ഫോം ഫിൽ ചെയ്തിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലും തെറ്റുകളുണ്ടെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിലും ആൾ സൈൻ ചെയ്തിട്ട് തിരിച്ചു തരുവാണെങ്കിൽ ആ ലിസ്റ്റിലെ നമ്മൾ ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ അത് നമ്മൾ ഉൾപ്പെടുത്തും. 9th കാണിട്ട് ഇപ്പോൾ ആർക്കെങ്കിലും 18 പൂർത്തിയായിട്ടുള്ളവർ ഉണ്ടെങ്കിൽ അവർക്ക് കൂട്ടിച്ചേർക്കാം. നമ്മുടെ ഇലക്ഷൻ ഡയറക്ഷൻ അനുസരിച്ചിട്ട് ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷൻ ഓഫ് ദ അസംബ്ലി അത് എപ്പോഴാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത് അതുവരെ കൂട്ടിച്ചേർക്കാം. ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, ഷിഫ്റ്റ് ചെയ്യാം. അത് നിലവിലുള്ള സംവിധാനമാണ്, അത് തുടരും. ശുചിമുറിയിൽ വീണ് മുൻമന്ത്രി G. സുധാകരന് പരിക്കേറ്റു. കാലിനാണ് പരിക്കേറ്റത്. ആദ്യം സഹകരണ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കാലിൽ മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഉള്ളതിനാൽ ശസ്ത്രക്രിയ ആവശ്യമായി വരും. 2 മാസം വിശ്രമം ആവശ്യമാണെന്ന് മുൻമന്ത്രി തന്നെ തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിട്ടുണ്ട്. മോദി സ്തുതിയിൽ പരോക്ഷ ന്യായീകരണവുമായി ശശി തരൂർ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പൊതുതാൽപര്യത്തിനായി പരസ്പരം സഹകരിക്കാൻ പഠിക്കണം എന്നായിരുന്നു തരൂരിൻ്റെ എക്സിലെ കുറിപ്പ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ന്യൂയോർക്ക് മേയർ സൊഹറിൻ മംദാനിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ചിത്രം പങ്കുവച്ചാണ് ഈ കുറിപ്പിട്ടത്. ജനാധിപത്യം ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. തെരഞ്ഞെടുപ്പുകളിൽ ആവേശത്തോടെ പോരാടുക, അത് കഴിഞ്ഞാൽ രാജ്യതാൽപര്യത്തിനായി സഹകരിക്കുക. ഇന്ത്യയിൽ അത് കൂടുതൽ കാണാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അതിൽ തൻ്റെ പങ്ക് നിർവഹിക്കാൻ ശ്രമിക്കുന്നതായും തരൂർ എക്സിൽ കുറിച്ചു. ദുബായ് എയർ ഷോയ്ക്കിടെ വ്യോമസേനയുടെ തേജസ് വിമാനം തകർന്നുണ്ടായ അപകടത്തിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. അപകടത്തെക്കുറിച്ച് വ്യോമസേനയുടെ അന്വേഷണം തുടരുകയാണ്. ദുരന്തത്തിൽ മരിച്ച വിംഗ് കമാൻഡർ നമൻ ഷാലിൻ്റെ മൃതദേഹം ഡൽഹിയിലെത്തി. ദുബായ് എയർ ഷോയ്ക്കിടെ ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനം തകർത്ത് വീഴുന്നതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് 2 വട്ടം മറിഞ്ഞു തിരിഞ്ഞതിന് ശേഷം 3-ാം വട്ടവും അതിനുള്ള ശ്രമത്തിനിടയിലാണ് താഴേക്ക് വന്ന് യുദ്ധവിമാനം പതിക്കുന്നതായി ദൃശ്യങ്ങളിൽ വ്യക്തമാവുന്നത്. ഈ അപകടത്തിൻ്റെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഇക്കാര്യത്തിൽ വ്യോമസേന അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. യന്ത്രത്തിൻ്റെ തകരാറാണോ അതല്ല പൈലറ്റിന് സംഭവിച്ച എന്തെങ്കിലും പിഴവാണോ, ഇക്കാര്യത്തിൽ കൂടി അന്വേഷണം നടക്കേണ്ടതുണ്ട്. എന്തായാലും അന്വേഷണത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാവുന്നുവെന്ന് കരുതാം. മരിച്ച പൈലറ്റ് നന്മേഷിൻ്റെ മൃതദേഹം ഡൽഹിയിൽ എത്തിക്കും. എന്തായാലും ഇക്കാര്യത്തിൽ രാജ്യം പ്രത്യേക ജാഗ്രതയോടുകൂടി തന്നെ അന്വേഷണം നടക്കുകയാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ലഘു യുദ്ധവിമാനമാണ് തേജസ്. ഇത് പക്ഷേ 2-ാം വട്ടമാണ് അപകടത്തിൽപ്പെടുന്നത്. നേരത്തെ തന്നെ ഇത് രാജ്യം 2016 മുതൽ തന്നെ ഇത് സേനയുടെ ഭാഗമായിട്ടുണ്ട്. നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള തേജസ് യുദ്ധവിമാനം അപകടത്തിൽപ്പെടുമ്പോൾ അതിൻ്റെ കാരണം സംബന്ധിച്ച അന്വേഷണം നടക്കുകയാണ്. ജയ്സാൽമീറിൽ മുമ്പ് ഇതുവരെ സമാനമായ ഒരു എയർ ഷോയ്ക്കിടെ അപകടമുണ്ടായപ്പോൾ അന്ന് പൈലറ്റിന് ഇജക്റ്റ് ചെയ്ത് പുറത്തു വരാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇന്നലെ അൽ മക്തൂം എയർപോർട്ടിന് സമീപത്ത് നടന്ന ഈ അപകടത്തിൽ അത് കഴിഞ്ഞിട്ടില്ല എന്നതാണ് സാഹചര്യം. എന്തായാലും ഇന്നലെ നടന്ന സംഭവത്തെ വിലയിരുത്തുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്.
ഹെലികോപ്റ്ററുകളും മറ്റ് വിമാനങ്ങളും അടക്കം സൂക്ഷിച്ചിരുന്ന ഇടത്തു നിന്നും 1.5 കിലോമീറ്ററോളം മാറിയാണ് അപകടം സംഭവിക്കുന്നത്. അതായത് വലിയൊരു അപകടം ഒഴിവായി എന്ന് ഒരർത്ഥത്തിൽ വേണമെങ്കിൽ പറയാം. അത്തരമൊരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഈ അപകടത്തിൽ മരണപ്പെട്ട പൈലറ്റ് അദ്ദേഹം ഇക്കാര്യത്തിൽ വിദഗ്ധ പരിശീലനം നേടിയ ആളാണെന്ന് കൂടി വ്യക്തമായിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നു വന്നിരുന്ന എയർ ഷോയ്ക്കിടയിൽ ഇന്ത്യൻ വ്യോമസേനാംഗങ്ങൾ തങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഇവിടെ നടത്തിയിരുന്നു. ഒപ്പം തന്നെ ലോകത്തെ ഏറ്റവും വലിയ എയർ ഷോ കൂടിയാണ് ദുബായ് എയർ ഷോ. അതുകൊണ്ടുകൂടി തന്നെ രാജ്യത്തിൻ്റെ അഭിമാനകരമായ വ്യോമസേനയുടെ പ്രകടനം കൂടിയാണ് അവിടെ നടത്തിയിരുന്നത്. ഇതിനിടയിലാണ് ദാരുണമായി ഈ സംഭവം നടക്കുന്നത്. എന്തായാലും വലിയ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഉടൻ തന്നെ ഇതിൻ്റെ അപകട കാരണം വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനിയെ പ്രശംസിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മംദാനി ന്യൂയോർക്കിലെ നല്ല മേയറായിരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ട്രംപ് പറഞ്ഞു. വൈറ്റ് ഹൗസിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ട്രംപിന്റെ പ്രശംസ. ട്രംപിന്റെ കടുത്ത വിമർശകനായിരുന്നു മംദാനി. തെരഞ്ഞെടുപ്പ് വേളയിൽ മംദാനിക്കെതിരെ ട്രംപ് രംഗത്ത് വരികയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പിൽ വലിയ മാർജിനിൽ വിജയിച്ചതിന് പിന്നാലെയാണ് വൈറ്റ് ഹൌസിൽ ട്രംപുമായി മംദാനി കൂടിക്കാഴ്ച നടത്തിയത്. മംദാനിയെ മേയറായി തെരഞ്ഞെടുത്താൽ ന്യൂയോർക്കിലേക്കുള്ള ഫെഡറൽ ഫണ്ട് വെട്ടിക്കുറയ്ക്കുമെന്ന് ട്രംപ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ മംദാനിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇതിൽ നിന്നും പിന്നോട്ടു പോകുന്നതായി ട്രംപ് പറഞ്ഞു. താൻ മംദാനിയെ സഹായിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും വേദനിപ്പിക്കാനല്ലെന്നും ട്രംപ് പറഞ്ഞു. മംദാനിക്ക് മികച്ച കാര്യങ്ങൾ ചെയ്യാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ട്രംപുമായുള്ള കൂടിക്കാഴ്ച ഫലപ്രദമായിരുന്നുവെന്നും ന്യൂയോർക്ക് സിറ്റിയുടെ ജീവിത ചെലവുമായി ബന്ധപ്പെട്ട ആശങ്കകളിലായിരുന്നു ചർച്ച കേന്ദ്രീകരിച്ചതെന്നും മംദാനി പറഞ്ഞു. ന്യൂയോർക്ക് സിറ്റി ട്രംപിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനും മംദാനി മറുപടി നൽകി. ജീവിത ചെലവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ട്രംപിന് വോട്ട് ചെയ്ത നിരവധി ന്യൂയോർക്ക് ജനങ്ങളുണ്ടെന്ന് തനിക്കറിയാം. ജനങ്ങൾക്ക് താങ്ങാനാവുന്ന വില ഏർപ്പെടുത്താനുള്ള അജണ്ടയ്ക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് മംദാനി പറഞ്ഞു. ട്രംപിനെ നേരത്തെ ഫാസിസ്റ്റ് എന്ന് വിളിച്ച മംദാനിയുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന ചോദ്യവും മാധ്യമപ്രവർത്തകരിൽ നിന്ന് ഉയർന്നിരുന്നു. എന്നാൽ ഈ ചോദ്യത്തിന് മംദാനി മറുപടി പറയാനിരിക്കെ ഇടയിൽ കയറി അത് അങ്ങനെ തന്നെയാണെന്ന് പറയാമെന്ന് ട്രംപ് പറഞ്ഞു. തുടർന്ന് അതേന്നായിരുന്നു മംദാനിയുടെ ഉത്തരം. മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയത്തെ ഉൾപ്പെടെ വിമർശിച്ച് മംദാനി രംഗത്തെത്തിയിരുന്നു. ന്യൂയോർക്ക് മേയറായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യനും മുസ്ലിം വംശജനുമാണ് മംദാനി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്ത് പരക്കമഴ. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. തിരുവനന്തപുരത്ത് രാത്രി മുതൽ തുടങ്ങിയ മഴ തുടരുകയാണ്. ഇന്ന് രാത്രിയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴിയും ഉണ്ട്. അടുത്ത 3 ദിവസം കൂടി മഴയ്ക്കു സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെയും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. കോട്ടയം കറുകച്ചാലിൽ മദ്യലഹരിയിൽ യുവാവ് ഓടിച്ച കാർ വീടിനുള്ളിലേക്ക് ഇടിച്ചു കയറി. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശി പ്രണവ് ഫിലിപ്പാണ് അപകടമുണ്ടാക്കിയത്. വയോധിക മാത്രം താമസിക്കുന്ന വീടിൻ്റെ ഗേറ്റാണ് ഇടിച്ചു തകർത്തത്. വ്യാഴാഴ്ച ആയിരുന്നു അപകടം. അപകടത്തിൻ്റെ ദൃശ്യം പുറത്തു വന്നു. ആഷസ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ അനായാസം ജയിച്ചു കയറി ഓസീസ്. ഇംഗ്ലണ്ട് ഉയർത്തിയ 205 റൺസ് വിജയലക്ഷ്യം 2 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഓസ്ട്രേലിയ മറികടന്നു. ട്രാവിസ് ഹെഡിന്റെ വെടിക്കെട്ട് സെഞ്ചുറിയാണ് ടീമിനെ അനായാസം ലക്ഷ്യത്തിലെത്തിച്ചത്. ജയത്തോടെ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഓസീസ് മുന്നിലെത്തി. കല്യാൺ സിൽക്സിന്റെ ഓണക്കാല ഓഫറായ ഓണക്കോടിക്കൊപ്പം 2 കോടി എന്ന സമ്മാന പദ്ധതിയിലൂടെ മാരുതി ബലേനോ കാർ സ്വന്തമാക്കിയ 12 വിജയികളിൽ 6 പേർ കാർ കൈമാറി. എറണാകുളം ഹോസ്പിറ്റൽ റോഡിലെ കല്യാൺ സിൽക്സ് ഷോറൂമിൽ നടന്ന ചടങ്ങിൽ വെച്ച് കല്യാൺ സിൽക്സ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS പട്ടാഭിരാമൻ താക്കോൽ കൈമാറി. തൃശൂർ പാലസ് റോഡ് കല്യാൺ സിൽക്സ് ഷോറൂമിൽ വെച്ച് നടന്ന ആദ്യഘട്ട സമ്മാനദാന ചടങ്ങിൽ 6 പേർക്ക് ഇതിനോടകം കാറുകൾ നൽകിയിരുന്നു. കല്യാൺ സിൽക്സ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ പ്രകാശ് പട്ടാഭിരാമൻ, മഹേഷ് പട്ടാഭിരാമൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. 2025 ഓഗസ്റ്റ് 6 മുതൽ സെപ്റ്റംബർ 4 വരെ നീണ്ടുനിന്ന കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഓണക്കാല ഓഫറിലൂടെ 100 പവൻ സ്വർണവും ലക്ഷക്കണക്കിന് രൂപയുടെ വൗച്ചറുകളും ഇതിനോടകം കല്യാൺ സിൽക്സ് വിജയികൾക്ക് നൽകിക്കഴിഞ്ഞു. ഓണത്തോടൊപ്പം 2 കോടിയും എന്ന സമ്മാന പദ്ധതിയുടെ 12 മാരുതി സുസുക്കി ബലേനോ കാറുകൾ നമ്മൾ കൊടുക്കുകയാണ്.
ഇന്നത് കൊടുത്തു കഴിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള എല്ലാ ഷോറൂമുകളിലും വിജയികൾ നമ്മൾ രണ്ട് ദിവസങ്ങളിലായിട്ട് ഇവിടെ വിളിച്ചു വരുത്തി. ഇന്ന് 6 കാറുകൾ ഡെലിവറി ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ കല്യാൺ സിൽക്സിന്റെ ഒരുപാട് വിജയികൾ അല്ലെങ്കിൽ കല്യാൺ സിൽക്സിന്റെ അഭ്യുദയകാംക്ഷികൾ ഇവിടെയുണ്ട്. എല്ലാവർക്കും ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ വിജയികൾക്കും കല്യാൺ സിൽക്സിന്റെ ഒരുപാട് ആശംസകൾ. ഹാപ്പി മോട്ടറിംഗ് വിത്ത് കല്യാൺ സിൽക്സ്. ഇനിയും കല്യാൺ സിൽക്സിന്റെ ഓണത്തോടൊപ്പം 2 കോടി എന്ന സമ്മാന പദ്ധതി വൻ വിജയമാക്കി തരണം. അതുപോലെ തന്നെ ഇനിയുള്ള വർഷങ്ങളിൽ കല്യാൺ സിൽക്സായിട്ട് സഹകരിക്കണമെന്ന് എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,535, പവന് 92,280. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,540, പവന് 76,320. വെള്ളി ഗ്രാമിന് 166, കിലോയ്ക്ക് 1,66,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് വാർത്തകൾ കാണാം.